നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ആക്ച്വലി ഗൈഡൻസ് കൂടി കണ്ടോളൂ. അതിലും കുറേ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഒന്ന് കയറി വന്നു എന്താണെന്നറിയില്ല. സോ അതുകൂടി ഒന്ന് കണ്ടോളൂ. സോ നിങ്ങൾക്ക് അതിലും വല്ല ഇൻഫർമേഷൻ ഉണ്ടാവാം. ഓക്കെ, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അവർ തുറന്ന് പറയാത്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, സീക്രറ്റ്സ് എന്ന് പറയുന്നില്ല, അവർ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിംഗ് ആവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. മനസ്സിൽ അവരെ അടക്കി വെച്ച് നടക്കുന്ന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ വരുന്നത് അതിനനുസരിച്ച് പറയാം. ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, Page of Swords, Judgment, the Six of Pentacles, Ace of Wands and Lura. Wow, beautiful. And Ace Iron. Okay. Oh, again, Hermit. Three of Swords, Ten of Swords. Okay. The Star. I think similar to the energy. Okay, Three of Pentacles, very nice. King of Pentacles, Nine of Pentacles. Okay. See, നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് നടന്നു കാണും. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ്, നിങ്ങളുടെ ബ്രേക്കപ്പിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഒരു എൻഡിങ് നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ നടന്നു കാണും. ഓക്കെ, മീൻസ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോൺടാക്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വീണ്ടും കോൺടാക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേഷനും എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. സോ കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് സെപ്പറേഷൻ സൈലൻസ് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് എനിക്ക് ഇവിടെ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ള രണ്ടും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. ഒരു എൻഡിങ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, ബ്രേക്കപ്പ്, ചില വേദനിപ്പിക്കൽ. ഓക്കെ, പരസ്പരം നിങ്ങൾ അങ്ങോട്ടായിരിക്കാം, ഇല്ല ഞാൻ പറയുന്നില്ല, വേണ്ട, നിങ്ങളിങ്ങോട്ട് വേദനിപ്പിച്ച് കാണാം നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയും എനിക്ക് വരുന്നുണ്ട്. യെസ്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. അതാരും ആവാം. അഗെയിൻ ഇവിടെ ഞാൻ കോമൺ ആയിട്ടാണ് പറയുന്നത്. ഇതിലിവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. ഓക്കെ, മേ ബി ഒരു റിലേഷൻഷിപ്പും ആവാം. സോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഐ തിങ്ക് ആ കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നതും. ഈവൻ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിലിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഓഫീസ് കൊളീഗ്സ്, ആര് വേണമെങ്കിലും ആവാം. സോ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു എൻഡിങ് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് മെയിനായിട്ട് ഇവരെ പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടോ ഇല്ലേ, പറയുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് അവരുടെ ഉള്ളിൽ ശരിക്കും നിങ്ങളോട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എൻ്റെ ഇവിടെ ഏസ് ഓഫ് വാൻസ് ഉണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ വീണ്ടും ഒരു റിന്യൂവൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് കോൺടാക്റ്റ് വന്നു, നിങ്ങൾ തമ്മിൽ തിരിച്ച് കോൺടാക്റ്റ് വന്നു, പക്ഷെ അവർ പഴയ പോലെ ആ ഒരു സംസാരം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കമ്മിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് വളരെയധികം കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, മാരേജ് എന്ന രീതിക്ക് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഒരു പേഴ്സൺ ആത്മാർത്ഥതയോടെ ഒരു മീൻസ് നിങ്ങളാണ് എൻ്റെ പാർട്ട്ണർ എന്ന് പറയില്ലേ, ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ. സോ ഏസ് ഓഫ് വാൻസും ഏസ് ഓഫ് പെന്റിക്കിൾസും പറയുന്ന ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ചാണ്, വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ടിനെ കുറിച്ചാണ് എനിക്ക് കാണുന്നത്. സോ സെപ്പറേഷൻ എൻഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ പേർക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. ഓക്കെ, കാരണം അവരുടെ ഉള്ളിൽ അത്രത്തോളം യെസ് അവർക്കൊരു റിന്യൂവൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോസ് അകൽച്ചയുള്ളവർ ആണെങ്കിലും അല്ലെങ്കിലും രണ്ടായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ട്. നിങ്ങളുടെ പേഴ്സൺ അല്പം സൈലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹിഡൻ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും. എനിവേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടോ, ആക്റ്റീവാണോ, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. മേ ബി നിങ്ങളിവിടെ അല്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നു. നയൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ അത്ര ടെൻഷനിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വന്നതായിരിക്കാം. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് സൈക്കിൾസ് ഇങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരുന്ന അവസാനം നമുക്ക് മടുക്കും അല്ലേ. മടുത്തിട്ട് മേ ബി ഇപ്പം നിങ്ങളെ സ്വന്തം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. സോ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി വളരെ
അല്ല ആക്ച്വലി യെസ് മൂവ് ഓണിൻ്റെ കാർഡ് ഇവിടെ വീണ്ടും ഉണ്ട്. 6 ഓഫ് സോർഡ്സ് ഉണ്ട്. നിങ്ങൾ മേ ബി നിങ്ങളുടെ മൂവ് ഓൺ ചെയ്ത് കാണാം, നിങ്ങളായിരിക്കാം മാറി നടന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എനിക്കിത് ഇപ്പോൾ തൽക്കാലം വയ്യ എന്ന് പറഞ്ഞിട്ടെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഹാപ്പി ആയിട്ട് നടക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്, അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ആക്ച്വലി കുറച്ചുകൂടി പോസ്റ്റൊക്കെ ചെയ്യും കേട്ടോ, എക്സ്ട്രാ വെറുതെ കാണിച്ചിട്ടൊക്കെ കുറച്ച് പോസ്റ്റൊക്കെ എടുത്തിടും, ഒന്ന് കാണട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഒരല്പം ചെറിയൊരു ജലസി വരട്ടെ. സോ ഇവിടെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. അവർ നിങ്ങൾ നല്ലോണം ക്ലോസ് വാച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് തുറന്നതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയാൻ. കാരണം അവർക്കൊരു പേടി പിടിച്ചിട്ടുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ യൂണിവേഴ്സായിട്ടൊരു കൊട്ടു കൊടുക്കലാണ്. ശരിക്കും അത്രയും ഞാൻ സിമ്പിളായിട്ട് പറയാം, ഒരു കൊട്ടു കൊടുക്കുന്നതാണ്. ഇനി നീ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ. പേഴ്സണിന് നിങ്ങളുടെ പേഴ്സൺ ഒരു ലെസൺ കിട്ടുന്ന പോലെയാണ്. യൂണിവേഴ്സ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു വാല്യൂ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ വിട്ട് നിൽക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെപ്പറേഷൻസ് ചില സമയത്ത് നല്ലതാണ്. നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. നിങ്ങൾ ടെൻഷൻ ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിട്ടു പോവോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കുള്ളതല്ല. അല്ലാത്തവരെ ഒരിക്കലും പോവില്ല. ഇത് 100% നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ, നിങ്ങൾ പിന്നെ അതിനെ പിടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ളവരെ പിടിച്ചു വെച്ചിട്ട് എത്ര കാലം നിങ്ങൾ പിടിച്ചു നിർത്തും, എന്നായാലും അത് പോവും. ഒരിക്കലല്ലെങ്കിൽ ഒരിക്കലും അത് പോയിരിക്കും, 100% ഉറപ്പാണ്. ഓക്കെ, സോ നിങ്ങൾ പിടിച്ചു വെക്കാതിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ വല്ല സെപ്പറേഷൻ വരുമ്പോൾ ആദ്യമൊന്നും സാധിക്കില്ല, പക്ഷെ ഇത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ. എനിക്ക് മനസ്സിലാവും അത്. ഓക്കെ, ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പേഴ്സൻ്റെ അടുത്ത് ഒരു 1-2 ദിവസമൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ മാറി നിൽക്കാൻ തുടങ്ങുക. നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. അവരെന്താണ് ചെയ്ത് ഇത്രയും കാലം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവർ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതാണ് ഞാൻ ഗൈഡൻസ് കൂടി കാണാൻ പറഞ്ഞത്. കുറച്ച് സിമിലർ എനർജി ഉണ്ട് അവിടെ. നിങ്ങൾക്ക് അവിടെ അവരുടെ ഭാഗത്തുനിന്ന് അവർ വേണ്ട എഫേർട്ട് അവർ ചെയ്തിട്ടില്ല. ഓക്കെ, അവർക്കത് നന്നായിട്ട് അറിയാം. അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അല്ലെങ്കിൽ അവർക്ക് അഗൈൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടു, അല്ലെ തേർഡ് പാർട്ടിയിൽ നിങ്ങളെ ഇട്ടു. ഓൾറെഡി മാരീഡ് ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പോട്ടെ, അതിൽ അത്ര കുറച്ച് നമുക്ക് വിട്ടുകൊടുക്കാം. ബട്ട് അല്ലാത്ത സിറ്റുവേഷനിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയും വാക്ക് കേട്ടിട്ടോ ഒക്കെ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്ന തെറ്റാണ്, അല്ലേ? സോ അങ്ങനെ ഒരു ന്യായമായത് അവർ നിങ്ങളോട് ചെയ്തിട്ടില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. തേർഡ് പാർട്ടിയിൽ ഇടുന്നത് എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്ത് കാണാം. സോ അതിൻ്റെ റിഗ്രറ്റ് അവർക്ക് നല്ലോണം ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ തിരിച്ചറിവ് വരുന്നുണ്ട്, അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ആൻഡ് ഇവിടെ അവർ ഹീലിംഗ് ആഗ്രഹിക്കുന്നു, അവർ ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളായിരിക്കാം മാറിപ്പോയത്. ഒരു എൻഡിങ് എന്തായാലും ഇവിടെ സംഭവിച്ചിരുന്നു പാസ്റ്റിൽ. ഓക്കെ, റീസെൻറ്റ് പാസ്റ്റ് ആണ് പറയുന്നത്, ഞാൻ കുറേ മുമ്പത്തെ കാര്യമല്ല. നിങ്ങൾ തമ്മിൽ ഈ അടുത്ത് കുറച്ചായിട്ട് ഒരു ബ്രേക്കപ്പ് വന്ന് കാണും. അതിൽ നിന്ന് വീണ്ടും ഇപ്പോൾ നിങ്ങൾ ഒന്നായി കാണാം ഓൾറെഡി, അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാവും എത്രയും പെട്ടെന്ന്. ഇവിടെ സ്റ്റാറുണ്ട്, ഹീലിംഗ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നുണ്ട്. ഓക്കെ, ബട്ട് ഇതിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് നമ്മൾ വർക്ക് ചെയ്ത് ഒരു സിറ്റുവേഷൻ ബെറ്റർ ആക്കുക എന്ന രീതിയിലാണ്. സോ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അഗൈൻ ഒരു തേർഡ് പാർട്ടി എനർജി ഇതിലുമുണ്ട്. സോ മേ ബി അവർ കമ്മിറ്റഡ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ട് നിങ്ങളോടും കമ്മിറ്റഡ് ആണ് അവർ. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സപ്പോസ് ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടാണ് കാണണമെങ്കിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. അല്ലാത്തവർക്കും പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥതയോടെ ഉണ്ട്, സ്നേഹമുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ മേ ബി അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ അതിൻ്റേതായ തടസ്സങ്ങൾ കാണാം. സോ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് വീണ്ടും അവർ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ഇപ്പം ഐ തിങ്ക് ആ ഒരു ഇതിലല്ല. നിങ്ങളത് ആഗ്രഹിക്കുന്ന നിങ്ങളാണിപ്പോൾ മാറി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിതിലേക്ക് ഇപ്പോൾ അധികം അങ്ങോട്ട് താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ പേഴ്സണിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഹാപ്പി ആണോ ഇപ്പോൾ തനിയെ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ട്. അത് വരട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളവരെ വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നട്ടെ, വിരോധമൊന്നുമില്ല. ഓക്കെ, ബട്ട് ഇവിടെ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. അവർ ഉള്ളിൽ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, പുറമെ കാണിച്ചാലും ഇല്ലെങ്കിലും. ഓക്കെ, അവർ സംസാരിക്കുമ്പോൾ മേ ബി നിങ്ങളോട് തുറന്നതൊന്നും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ലേ, ഈഗോ കാണിക്കുന്നുണ്ടാവാം അല്പം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ അവരാഗ്രഹം ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ സൈലൻസ് കാണുന്നുണ്ട് എനിക്ക്. ഇത് മേ ബി അവരുടെ ഉള്ളിലേക്ക് അവർ പോയി അവർ അവനവൻ്റെ ഉള്ളിൽ അവർ അവനവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയില്ലേ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അവരൊന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലാണ്. ഇതൊന്നും അവർ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറയില്ല. ഓക്കെ, സോ എനിവേ വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ, റീസ്റ്റാർട്ട്, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ല രീതിയിൽ വേണം. അവർ കാണിക്കുന്നതൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ കാണിക്കുള്ളൂ. അങ്ങനെ അധികം
തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല, പക്ഷെ ഉണ്ട് അവർ മനസ്സിലുണ്ട് ആഗ്രഹം. ഓക്കെ ഓക്കെ, നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഇവിടെ എടുത്തേക്കാം. ടെംപ്ടേഷൻ, തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ സിറ്റുവേഷൻ. ഓണർ, ഡീപ്ലി rejoice, receptive and signs. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട്. സയൻസ് കാണും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കിത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടെ തന്നെയാണ്. ഓക്കെ, അതിന് നിങ്ങളെ സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. വാച്ച് ഔട്ട് ഫോർ സയൻസ് ലീഡിങ് യു ടു ട്രൂ ലവ് എന്ന് പറയുന്നുണ്ട്. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് കാണിക്കും. എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ എന്തായിരിക്കണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് കാണിക്കും. ഓക്കെ, ടെംപ്ടേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഇവിടെ പറയുന്നത് തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദ സിറ്റുവേഷൻ എന്നാണ്. നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി തിരിച്ച് ഈ ബന്ധത്തിൽ യുനോ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ച്. ആക്ച്വലി മറ്റേ ഗൈഡൻസ് കാണൂ കേട്ടോ, അതിൻ്റെ കുറച്ച് അതിലും ഉണ്ടായിരുന്നു. സോ നിങ്ങളൊന്ന് ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, തേർഡ് പാർട്ടി പോയോ ഇല്ലേ, അതോ ക്ലിയർ ആണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയ ശേഷം പേഴ്സണെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണമെന്ന് അവർ ട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നാൽ അത് ശരിയല്ല അല്ലേ. സോ എനിവേ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാലും ഒരു സോ അവിടെ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ആൻഡ് ഓണർ യുവർ ലവ്ഡ് വൺ ആൻഡ് യു വിൽ നോട്ടീസ് യുവർ റിലേഷൻഷിപ്പ് ബിക്കമിങ് സ്ട്രോങ്ങർ. ഓക്കെ, പേഴ്സൻ്റെ എന്തെങ്കിലും ശരിയായതുമൊക്കെ ഉണ്ടാവും. എല്ലാ വ്യക്തികളും വളരെ തെറ്റ് എന്ന് പറയാനൊന്നുമില്ല, ചിലത് അവരുടെ നല്ലതും ഉണ്ടാവും. സോ നല്ലത് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ സ്ട്രോങ്ങർ ആവും റിലേഷൻഷിപ്പ് എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഡീപ്ലി എന്ന് പറഞ്ഞാൽ ലുക്ക് ഡീപ്ലി വിത്തിൻ ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. സോ ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളിവിടെ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നു, തനിച്ച് നിന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഒരു ലെസൺ ആയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഇതുവരെ വളരെ കോഡിപെൻഡൻ്റ് ആയിരുന്നുണ്ട്, ആ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് സന്തോഷമില്ല എന്ന രീതിക്കൊക്കെ ആയിരിക്കാം. ബട്ട് ഈ വ്യക്തി വന്ന ശേഷം ഐ തിങ്ക് നിങ്ങൾ പല കാര്യങ്ങൾ ഐ തിങ്ക് നമ്മുടെ ഞാൻ മറ്റേ മെമ്പർഷിപ്പിൽ ഇന്നലെ ഇട്ട റീഡിങ് ഐ തിങ്ക് ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ അതുകൂടി എനിവേ നിങ്ങൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചില ഇൻഫർമേഷൻ ഞാൻ അതിൽ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കും നിങ്ങളുടെ ബന്ധങ്ങളിൽ. സോ എനിവേ ഇവിടെ കാണുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എന്തോ ആ ഒരു പർപ്പസിന് വേണ്ടി അത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്, നിങ്ങളെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സോ അതിൽ നിങ്ങൾ പലതും പഠിക്കാൻ എന്ന് വെച്ച് ഈ വ്യക്തി നിങ്ങൾക്ക് നല്ലതല്ല എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് ആ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലും റിലേഷൻഷിപ്പ് ബെറ്റർ ആവും ചെയ്യും, സ്ട്രോങ്ങർ പറയുന്നുണ്ട് അല്ലേ. സോ യെസ്, നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ആൻഡ് റിജോയ്സ് ഉണ്ട്. എംബ്രേസ് യുവർ ലവിങ് കണക്ഷൻ ആൻഡ് റിജോയ്സ്. നിങ്ങൾ തമ്മിൽ ഹാപ്പിനെസ് വരും, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ റിസെപ്റ്റീവ് എന്നുണ്ട്. ബി റെഡി ടു റിസീവ് വാട്ട് ഫേറ്റ് ഹാസ് പ്ലാൻ ഫോർ യു. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ലത് ആക്ച്വലി ഇതൊരു യൂണിവേഴ്സിൻ്റെ ഓഫറായിട്ട് നമുക്ക് എടുക്കാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നമ്മളൊരു ഓഫർ ഓഫ് ലവ് ആണ്. അപ്പോളജി ഓക്കെ സോറി പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ രീതിയിലാണ് പറയുക. അതേപോലെ ബട്ട് യൂണിവേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നത്. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് അത് യൂണിവേഴ്സ് തരുന്നുണ്ടാവും. സോ ബി റെഡി ടു റിസീവ്. അത് ഈ പേഴ്സൺ ആവാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ല തന്നെയാണെങ്കിൽ ഈ പേഴ്സൺ തന്നെ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അവർ ബെറ്റർ ആയിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല യൂണിവേഴ്സൊക്കെ കരുതി വെക്കുന്നുണ്ടാവാം. ഓക്കെ, എന്തും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക ആദ്യം. പക്ഷെ നിങ്ങൾ ആരാണ്, നിങ്ങളെന്താണ് എന്നുള്ള വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റേതായ ആ ഒരു നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുള്ളൂ. നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ പറ്റിയതെന്നല്ല, നിങ്ങൾക്ക് അർഹിക്കുന്നത് നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ, സോ ബി റെഡി ടു റിസീവ് എന്നും പറയുന്നുണ്ട്. ബട്ട് ഇവിടെ യെസ് നിങ്ങളുടെ യൂണിയൻ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് റിയൂണിയൻ കാണുന്നുണ്ട്. പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കണം, നിങ്ങൾ എന്തായിരിക്കണം, അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അങ്ങനെ വീണ്ടും പഴയ പോലെ ആയി പോവാതിരിക്കുക. അതാണ് മെയിൻ അഡ്വൈസ്. നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ വീണ്ടും ആവാതിരിക്കുക. കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, എനിവേ ഇവിടെ റിന്യൂവൽ ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. നമുക്ക് നോക്കാം. പേഴ്സണെ തുറന്ന് പറയുന്ന മീൻസ് അവരെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ സീക്രട്സ് നമ്മൾ കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.